നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഇതിനെ നമ്മൾ നീലഗ്രഹം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഭൂമിയുടെ 70% വെള്ളമാണ് എന്ന് നമുക്കറിയാം. പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുമോ, നാം കാണുന്ന ഈ മഹാസാഗരങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലിയൊരു ജലശേഖരം നമ്മുടെ പാദങ്ങൾക്ക് താഴെ ഭൂമിയുടെ അഗാധതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ? അതെ, ആധുനിക ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ താഴെയായി ശാസ്ത്രജ്ഞർ ഒരു ഭീമാകാരമായ ജലശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിന്റെ കൗതുകകരമായ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ കണ്ടെത്തലിന്റെ വ്യാപ്തി നോക്കാം. ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ സമുദ്രങ്ങളിലുമുള്ള ജലത്തിന്റെ 3 ഇരട്ടിയിലധികം വരും ഈ ഭൂഗർഭ ശേഖരം എന്നാണ്. 700 കിലോമീറ്റർ ആഴം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അവിടെ വലിയൊരു ജലാശയമോ മീനുകൾ നീന്തി തുടിക്കുന്ന കടലോ ഒന്നുമല്ല ഉള്ളത്. അവിടെ ജലം ദ്രാവക രൂപത്തിലുമല്ല. ഭൂമിയുടെ ഉള്ളിലെ മാറ്റിൽ എന്ന പാളിയിലെ അതിഭയങ്കരമായ മർദ്ദവും താപനിലയും കാരണം ജലം അവിടെ നിലനിൽക്കുന്നത് റിംഗ് വുഡൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക നീല നിറത്തിലുള്ള ധാതുവിനുള്ളിലാണ്. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഈ ധാതുവിന്റെ ക്രിസ്റ്റൽ ഘടനയ്ക്കുള്ളിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളായി ജലം തങ്ങി നിൽക്കുന്നു. സ്റ്റീവൻ ജേക്കബ്സൺ എന്ന ഭൗതിക ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രഹസ്യത്തിന്റെ ചുരുളഴിച്ചത്. ഈ കണ്ടെത്തൽ എന്തിനാണ് ഇത്ര വലിയ വാർത്തയാക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരം ഭൂമിയിൽ എങ്ങനെ വെള്ളം വന്നു എന്ന ചോദ്യത്തിലാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ പഠിച്ചു പോന്ന ഒരു തിയറിയുണ്ട്. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്നിടിച്ച മഞ്ഞുകട്ടകൾ നിറഞ്ഞ ധൂമകേതുക്കളും ചിഹ്നഗ്രഹങ്ങളുമാണ് ഭൂമിയിൽ ജലം എത്തിച്ചത് എന്ന്. എന്നാൽ റിംഗുഡൈറ്റിലെ ഈ ഭീമൻ ജലശേഖരം ഈ പഴയ സിദ്ധാന്തത്തെ പാടെ തിരുത്തി കുറിക്കുകയാണ്. പുതിയ കണ്ടെത്തൽ പ്രകാരം ഭൂമിയിലെ ജലം പുറത്തു നിന്നും വന്നതല്ല, മറിച്ച് ഗ്രഹത്തിന്റെ രൂപീകരണ വേളയിൽ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഭൂമി ഒരു സെൽഫ് സഫിഷ്യന്റ് സിസ്റ്റമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നും ഈ ജലം പതുക്കെ പുറത്തേക്ക് വരികയായിരുന്നു. ഭൂമി അതിജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തുടക്കം മുതലേ കരുതി വെച്ചിരുന്നു എന്ന് ചുരുക്കം. ഇത്രയും ആഴത്തിൽ ഒരു മനുഷ്യന് പോകാനോ ക്യാമറ ഇറക്കാനോ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ കണ്ടെത്തി? ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ റോൾ വരുന്നത്. ഇതിനായി ഗവേഷകർ ഉപയോഗിച്ചത് ഭൂകമ്പ തരംഗങ്ങളെയാണ്, അതായത് സീസ്മിക് വേവ്സ്. അമേരിക്കയിലുടനീളം സ്ഥാപിച്ച 2000-ലധികം സീസ്മോമീറ്ററുകൾ ഉപയോഗിച്ച് 500-ലധികം ഭൂകമ്പങ്ങളിൽ നിന്നുള്ള തരംഗങ്ങളെ അവർ വിശകലനം ചെയ്തു. ലളിതമായി പറഞ്ഞാൽ, ഭൂമിയുടെ ഉള്ളിലൂടെ ഈ തരംഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവ കടന്നു പോകുന്ന പദാർത്ഥങ്ങളുടെ സാന്ദ്രത അനുസരിച്ച് വേഗത്തിൽ മാറ്റം വരും. ആർദ്രതയുള്ള അല്ലെങ്കിൽ നനവുള്ള റിംഗ് വുഡൈറ്റ് പാളികളിലൂടെ കടന്നു പോകുമ്പോൾ തരംഗങ്ങളുടെ വേഗത കുറയുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടു. ഈ സ്പീഡ് വേരിയേഷൻ കൃത്യമായി കണക്കിലാക്കിയാണ് 700 കിലോമീറ്റർ ആഴത്തിൽ ഇത്ര വലിയൊരു ജലശേഖരമുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ലാബുകളിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ അതേ മർദ്ദവും താപനിലയും കൃത്യമായി സൃഷ്ടിച്ചും അവർ ഇത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റൊരു രസകരമായ തെളിവ് ലഭിച്ചത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിലേക്ക് എത്തിയ വജ്രങ്ങളിൽ നിന്നാണ്. വജ്രങ്ങൾ രൂപപ്പെടുന്നത് ഭൂമിയുടെ വളരെ ആഴത്തിലാണ്. ബ്രസീലിലും മറ്റും കണ്ടെത്തിയ വജ്രങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ റിംഗ് വുഡൈറ്റ് ഇൻക്ലൂഷൻ ശാസ്ത്രജ്ഞർ പരിശോധിച്ചു. ഇതിൽ ജലത്തിന്റെ അംശം കണ്ടെത്തിയത് ഭൂമിയുടെ ആഴങ്ങളിൽ വെള്ളമുണ്ട് എന്ന വസ്തുതയ്ക്ക് ഏറ്റവും വലിയ ഫിസിക്കൽ തെളിവായി മാറി. ഈ ധാതുവിന് അതിന്റെ ഭാരത്തിന്റെ 1.5% വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമത്രേ. ഇനി ചിന്തിച്ചു നോക്കൂ, ഈ ജലശേഖരം മുഴുവൻ ഉപരിതലത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? സ്റ്റീവൻ ജേക്കബ്സൺ പറയുന്നത് ഈ ജലം മുഴുവൻ പുറത്തുണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരങ്ങൾ മാത്രമേ ഇന്ന് കരയായി അവശേഷിക്കുമായിരുന്നുള്ളൂ എന്നാണ്. ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലാകുമായിരുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ സമുദ്രങ്ങളുടെ അളവ് കൃത്യമായി നിലനിർത്തുന്ന ഒരു നാച്ചുറൽ ബഫറായി ഈ ആന്തരിക ജലശേഖരം പ്രവർത്തിക്കുന്നു. ഇതിനെ നമുക്കൊരു ഡീപ്പ് വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കാം. ഈ പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമാകുമായിരുന്നോ എന്ന് പോലും സംശയമാണ്.
മാറ്റിനുള്ളിലെ പാറകളുടെ ചലനത്തെയും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ ഈ ജലാംശം സഹായിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അന്താരാഷ്ട്ര ഭൗമശാസ്ത്ര ഏജൻസികൾ ഈ പഠനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് താഴെ മാത്രം കണ്ടെത്തിയ ഈ ജലശേഖരം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും അടിത്തട്ടിലും സമാനമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പുതിയ സീസ്മിക് മാപ്പിംഗ് സൂചിപ്പിക്കുന്നു. ഇത് ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് പുതിയ പഠനങ്ങൾ നടക്കുകയാണ്. ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? നമ്മൾ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് രൂപ ചെലവാക്കി ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും പേടകങ്ങൾ അയക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾക്ക് താഴെ ഇത്ര വലിയൊരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഭൂമിയുടെ ജനനത്തെക്കുറിച്ചും അതിലെ ജീവന്റെ നിലനിൽപ്പിനെ കുറിച്ചും നമുക്ക് ഇനിയും എത്രയോ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.